ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ പരീക്ഷയിൽ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ലിമിറ്റഡിലൂടെ പരിശീലനം നേടി മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റീജിയണൽ സെയിൽസ് ആൻഡ് ഗ്രോത്ത് ഹെഡ് പ്രേംചന്ദ് റോയ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. കോഴിക്കോട്ട് 3 ആകാശ് വിദ്യാർത്ഥികളാണ് 99% കൂടുതൽ മാർക്ക് നേടിയത്. മാധവ് മനു 99.92% നേടി അഖിലേന്ത്യാ തലത്തിൽ 1415 റാങ്ക് കരസ്ഥമാക്കി. തേജസ് ശ്യാം 99.74%, ദേവാനന്ദ് 99.61 എന്നിവരും 99% മുകളിൽ സ്കോർ നേടി. വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ സെയിൽസ് ആൻഡ് ഗ്രോത്ത് ഹെഡ് പ്രേംചന്ദ് റോയ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ പരിശീലനവും നൂതനമായ പഠനവും നൽകാനുള്ള ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതിബദ്ധതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണ് അവരുടെ ശ്രദ്ധേയമായ പ്രകടനമെന്ന് അദ്ദേഹം പറഞ്ഞു. I started in 1988 and from Delhi NCR, from Delhi, Rajasthan, Punjab, Haryana, Kerala, almost last 1 decade. We are helping students. Last 10 years, we are there in Trivandrum, we are there in Kochi, we are there in Kollam, we are there in Thrissur, Calicut, Kannur. We are trying to cover entire states and entire district. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിവിധ കോഴ്സ് ഫോർമാറ്റുകളിലൂടെ സമഗ്രമായ IIT JEE പരിശീലനമാണ് ആകാശ് വാഗ്ദാനം ചെയ്യുന്നത്. അടുത്തിടെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനം വികസിപ്പിക്കുന്നതിൽ ആകാശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നൂതനമായ iTutor പ്ലാറ്റ്ഫോം, റെക്കോർഡ് ചെയ്ത വീഡിയോ പ്രഭാഷണങ്ങൾ വിദ്യാർത്ഥികളെ വേഗതയുള്ള പഠനത്തിലേർപ്പെടാനും നഷ്ടമായ സെഷനുകൾ കണ്ടെത്താനും പ്രാപ്തമാക്കുന്നു. പരീക്ഷയെ ഫലപ്രദമായി നേരിടാൻ ആവശ്യമായ പരിചയവും ആത്മവിശ്വാസവും നൽകി വിദ്യാർത്ഥികളെ പരീക്ഷകൾക്കായി സജ്ജമാക്കുന്നു. കാതലായ ആശയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിലും അച്ചടക്കത്തോടെയുള്ള പഠനക്രമം മുറുകെ പിടിക്കുന്നതിലും അക്ഷീണമായ അർപ്പണബോധത്തിന്റെ തെളിവാണ് വിദ്യാർത്ഥികളുടെ ഈ നേട്ടമെന്ന് ആകാശ് അധികൃതർ വ്യക്തമാക്കി. ചടങ്ങിൽ ഏരിയ സെയിൽസ് ഹെഡ് K ഷംസീർ, ബ്രാഞ്ച് ഹെഡ് വിനായക് മോഹൻ, സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർ മുർഷിദ് അബ്ദുറഹിമാൻ, അക്കാഡമിക് ഹെഡ് അബ്രഹാം C. ഫിലിപ്പ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.